ഇനി മാം എന്ത് ചെയ്യണം? ഈ പോസ്റ്റ് കഴിയുമ്പോൾ ഒതുക്കി നിർത്തിക്കുക മാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ നിന്ന് ഒതുക്കി നിർത്തിക്കുക. കാലോട് വരണം. ഇപ്പോൾ റോഡേല വണ്ടി നിൽക്കുന്നത്. മാം പാനിക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നീങ്ങട്ടെ. ഫുള്ള് ലൂസാവട്ടെ ബ്രേക്ക്, എന്നാലേ മുന്നോട്ട് നീങ്ങുള്ളൂ. കണ്ടോ? സൈഡ് ഒതുങ്ങിയിട്ടില്ല. സൈഡിലേക്ക് പോവാം. ഇനിയും സൈഡ് വരാനുണ്ട്. മാം മുന്നിലേക്ക് നോക്ക്. വണ്ടി ആ മതിലിൽ ഇടിക്കാത്ത രീതിയിൽ, ഇതിലിടിക്കാത്ത രീതിയിൽ പതുക്കെ പതുക്കെ അങ്ങോട്ട് എത്തിക്കും. ഇനിയും സ്ഥലമില്ലേ? എത്തിയൊന്നും നോക്കണ്ട, അവിടെ നിൽക്കണം. ന്യൂട്രലാക്കിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ചു. മാം ഒന്ന് ലെഫ്റ്റിലേക്കൊന്ന് തിരിച്ചേ. വണ്ടി ഒന്ന് ലെഫ്റ്റിലേക്ക് ചുമ്മാ തിരിക്കും. മാം ഇപ്പോഴും നോക്കുന്നുണ്ട്, ശരീരം അനങ്ങുന്നുണ്ട് അതിൻ്റെ കൂടെ. റൈറ്റിലും തിരിച്ച്. ലെഫ്റ്റും തിരിച്ചു കാണുന്നു. തിരിക്കും, രണ്ട് കൈ എടുത്ത് തിരിച്ചു. മാം ലെഫ്റ്റ് തിരിച്ച പോലെയാണോ റൈറ്റ് തിരിക്കുന്നത്? ആ റൈറ്റും അങ്ങനെ തിരിച്ച്. ഈ കൈയാ കറങ്ങി വരേണ്ടത്. ലെഫ്റ്റും തിരിച്ചു കാണുന്നു. രണ്ടാമത്തെ കൈ ഉപയോഗിച്ചോ? മാം ഇപ്പൊ ചെയ്ത് നോക്ക്. ഈ ഒരു വിരൽ അകത്ത് കയറ്റി വെച്ചിട്ട് എങ്ങനെ തിരിക്കുന്നത്? അത് വേണ്ട നമുക്ക്. വിരൽ പുറത്താ ഇങ്ങനെ നിൽക്കേണ്ടത്. ഇങ്ങനെയാ കറങ്ങി വരുന്നത്. കണ്ടാ? രണ്ടാമത്തെ കൈ കൊണ്ട് വലിച്ചെടുത്താൽ മതി സ്റ്റിയറിങ്ങിനെ. റൈറ്റ് ഒന്ന് തിരിച്ചു. ഈ കൈ കൊണ്ട് കറങ്ങണ്ട റൈറ്റിലേക്ക്. ഇപ്പോഴും മാം ആ കൈ മേളിൽ കൊണ്ടുവന്ന സ്റ്റിയറിംഗ് എളുപ്പം തീർക്കാം. ഇങ്ങനെ ഇവിടെ ഇട്ട് വലിക്കാതെ മേളിലേക്ക് കൊണ്ടുവന്നത് ഈ കൈ. ഇപ്പോഴും ആ കൈ മേളിലേക്ക് പൊങ്ങിയില്ല. ലെഫ്റ്റും തിരിച്ച്. ആ വിരല് വേണ്ട മാം. മാം ആ വിരല് പിടിച്ച സ്റ്റിയറിംഗിൽ കണ്ട. ഇനി ആ കൈ കൊണ്ടൊന്ന് ഇങ്ങോട്ട് തിരിച്ച്. അത്രേ ഉള്ളു. കണ്ട? ആ വിരലകത്തോട്ട് വയ്ക്കരുത് അതിനകത്ത്. കണ്ട? ആ കൂട്ടത്തിൽ ഈ കൈ മേളിൽ നിന്ന് വലിച്ചെടുത്തോണം. ആ കൈ കറങ്ങുകയും വേണം, ഈ കൈ മേളിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യണം. റൈറ്റും തിരിച്ച്. ഈ കൈ ബലം പിടിക്കാതെ. ഈ കൈ അങ്ങോട്ട് കറങ്ങി. ബലവാ, ഇപ്പോഴും ബലമാണ്. ഈ കൈ കറങ്ങി വരട്ടെ. അത് ആ കൈ മേളിലേക്ക് സ്റ്റിയറിംഗിന്റെ. ഇല്ല മാം, ആ കൈ പൊക്കുന്നില്ല. ഈ കൈ വിട്ടേക്ക് മാം. ആ ഒരു വിരല് അതിനകത്ത് വയ്ക്കരുത്. ആ മാം ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച്. ഫുള്ള് തിരിക്കും. കറങ്ങി വാ. കൈ കറങ്ങി തന്നെ കൊണ്ടുപോകാം. ഓക്കെ. ഇനി ഈ കൈ മാത്രം ഉപയോഗിച്ചിട്ട് റൈറ്റിലേക്ക് തിരിച്ച്. ഇടിക്കരുത്, മുറുക്കി. അതേല് ആ കൈ വേണ്ട, അത് മാറ്റിയേക്ക്. ആ അങ്ങനെ തിരിച്ച്. പിന്നെ മാം ആ കൈ എടുക്കുന്നത്. ഈ കൈ മാറ്റി വെച്ചേക്ക്. മാമിനൊരു ആ ഒരു ടൈമിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അല്ലാതെ ഇവിടുത്തെ റോഡുകളിലൊന്നും തിരിഞ്ഞു വളഞ്ഞ് പോകാൻ പറ്റില്ല. മാം ഒന്ന് റൈറ്റിലേക്ക് ഈ കൈ മാത്രം ഉപയോഗിച്ചും തിരിച്ച്. കഴിഞ്ഞു, തീർന്നു. കണ്ട? ഇനി ഇത് മാറ്റിയേക്ക്. ആ കൈ മാത്രം ഉപയോഗിച്ചിട്ട് മാം ഇങ്ങോട്ട് തിരിച്ച്. ആ അങ്ങനെ. ആ അത് തന്നെ. കണ്ട? അതിന്റെ കൂട്ടത്തിൽ ഈ കൈയും കൂടെ വന്നാൽ എളുപ്പം നമുക്ക് തിരിക്കാൻ പറ്റും. ഇനി ഇത് മാത്രം ഉപയോഗിച്ചിട്ട് റൈറ്റ് തിരിച്ച്. ആ കൈ മാറ്റിയേക്ക്. ബലം പിടിക്കരുത്. നല്ല ശക്തി പിടിക്കുന്നുണ്ട്. കൈ ഫ്രീ ആക്കി. നല്ല ബലം, ഈ വിരലിൽ നല്ല ബലം വരുന്നുണ്ട്. അത് തിരിക്കും. ആ അതെ, അങ്ങനെ. ആ അങ്ങനെ വരട്ടെ. ഇപ്പൊ ഒരു കൈ ഉപയോഗിക്കുന്നുണ്ടാ തെന്നിപ്പോകുന്നത്. ഇനി ആ കൈ ഉപയോഗിച്ച് ഇപ്പുറത്തേക്ക് തിരിച്ച് തിരിയട്ടെ. കണ്ടാ? ലെഫ്റ്റ് തിരിക്കേണ്ടി വന്നാൽ ആ കൈ റൗണ്ട് ചെയ്തോണ്ടിരിക്കണം. റൈറ്റിലെ കൈ. റൈറ്റ് തിരിക്കേണ്ടി വന്നാൽ ലെഫ്റ്റിലെ കൈ റൗണ്ട് ചെയ്തോണ്ടിരിക്കണം. അത് ഉപയോഗിക്കണ്ട മാം. ആ കൈ ഉപയോഗിക്കണ്ട ഇപ്പൊ. ഓക്കെയാണ്? ഇനി ലെഫ്റ്റ് തിരിക്കാൻ പോവാ. ഏത് കൈയാ റൗണ്ട് ചെയ്യണ്ടെന്ന് മാമിന് അറിയാമല്ലോ. ഈ കൈ എനിക്ക് വിട്ടു തന്നേക്ക്. അതൊന്ന് റൗണ്ട് ചെയ്ത് വന്നേ. ഇതിങ്ങനെ വരുമ്പോ മേളിൽ നിന്ന് പിടിച്ച് വലിക്കണം. അത് റൗണ്ട് ചെയ്തോണ്ടിരിക്കണം. ഈ കൈയുടെ ജോലി മേളിൽ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ടുവരിക, വിടുക. മേളിൽ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ടുവരിക, വിടുക. ഓക്കെ. തിരിച്ച് ഈ കൈ കൊണ്ട് അത് തന്നെ വലിച്ചിട്ട്. കണ്ട? ഇനി സമാധാനമായിട്ടിരിക്കും. ഇനി റൈറ്റ് തിരിക്കാൻ നേരത്ത് റൗണ്ട് ചെയ്യേണ്ട കൈ അതാ. ഇതാണ് ഈ കൈയുടെ ജോലി. ഈ മേളിൽ നിന്ന് വലിച്ച് ഇവിടം വരെ കൊണ്ടുവരിക. മേളിൽ വന്നുകൊണ്ടിരിക്കണം ആ വലത്തെ കൈ. ആ തിരിച്ച് മേളിലേക്ക് വരട്ടെ വലത്തെ കൈ. മേളിലേക്ക് വരട്ടെ വലത്തെ കൈ. കണ്ട? എളുപ്പം തീർന്നു. കണ്ട? ലെഫ്റ്റും തിരിച്ച്. ആ ഈ കൈ മേളിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എളുപ്പം സ്റ്റിയറിംഗ് തീരും. കണ്ട? റൈറ്റ് തിരിച്ച്. ആ കൈ മേളിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോഴും മാം ശരീരം കൂടെ സ്ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഇത് കണ്ട? ഈ അളവിൽ നിന്ന് മേളിലേക്ക് മാമിന്റെ കൈ പോകുന്നില്ല. ഇച്ചിരൂടെ മേളിൽ വന്നാൽ കുറെ കൂടി എളുപ്പത്തിൽ തീർക്കാം നമുക്ക്. ലെഫ്റ്റ് തിരിച്ചു. ഇത് ഉപയോഗിക്കും. കിട്ടിയാ? റൈറ്റ് തിരിച്ച്.
മേളിലേക്ക് വെച്ചു കൊടുക്ക്. ഇപ്പോഴും റൈറ്റ് തിരിക്കുമ്പോൾ മാം വേറെ ഏതോ ലോകത്ത് പോകുന്നൂടെ ലെഫ്റ്റ് തിരിച്ചു. വലത്തെ കൈക്ക് നമുക്ക് വശമുണ്ട്, അതുകൊണ്ടാണ് മാം അത് എളുപ്പം തീർക്കുന്നത്. റൈറ്റ് തിരിച്ച് ആ കൈ മേളിലേക്ക് വിട്ടുവിടും. ആലോചിക്കരുത് ഇതിനെപ്പറ്റി. കണ്ട ലെഫ്റ്റ് തിരിച്ച പെട്ടെന്ന് 2 കൈ ഉപയോഗിക്കുക, എളുപ്പം കഴിഞ്ഞു. റൈറ്റ് തിരിച്ച ഒന്ന് പെട്ടെന്ന് ഉപയോഗിച്ചോ. റൈറ്റ് കറങ്ങട്ടെ, ഇത് കറങ്ങിയാൽ തീർന്നു പ്രശ്നം. ലെഫ്റ്റ് തിരിച്ച പെട്ടെന്ന്. ലെഫ്റ്റ് മാം ഇപ്പോൾ ഓക്കെയാ, റൈറ്റും കൂടെ ഒന്ന് ഓക്കെ ആക്കിയാൽ മതി. റൈറ്റ് തിരിച്ച് ഈസ് ചെയ്തോണ്ടിരുന്ന പുറകോട്ട് തന്നെ കറങ്ങി പോകും. ഓക്കെ, റൈറ്റ് ഇൻഡിക്കേറ്റഡ്. പുറകിൽ നിന്ന് വണ്ടി വല്ലതും വരുന്നുണ്ടോ നോക്കും മാം. കാണാവോ മിററിൽ? ഈ മിററിൽ ഓക്കെ ആണ്? അല്ല, ഒളിഞ്ഞല്ലേ നോക്കിയത്. എന്നിട്ട് ഓക്കെ ആന്ന് പറഞ്ഞതാ. ആ മുട്ട് കണ്ട, അത് ലെഫ്റ്റിലേക്ക് തിരിച്ച് ഇനി അതിനെ എങ്ങോട്ട് അനക്കുന്നോ അങ്ങോട്ട് മിറർ വരും. തിരിക്കണ്ട, ഇങ്ങനെ ടിൽറ്റ് ചെയ്താൽ മതി. മാം ഇത് നോക്കിയത് ഈ വിരലിനെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇങ്ങോട്ട് മാറ്റിയാൽ മിറർ ഇങ്ങോട്ട് വരും. തിരിക്കണ്ട, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വേണ്ട. മിറർ മാറുന്ന കണ്ട, പൊക്കിയ മിറർ പൊങ്ങും. കണ്ട, അങ്ങോട്ട് കൊണ്ടുവന്നാ മിറർ അങ്ങോട്ട് വരും. ഇച്ചിരി അങ്ങോട്ട് കൊണ്ടുപോകാം, ഇച്ചിരി ഇപ്പോഴല്ലേ കാണാൻ പറ്റുന്നത്. അത് ആവശ്യം കഴിഞ്ഞാൽ നടുക്കാക്കി വെച്ചേക്ക്, തിരിച്ച് നടുക്കാക്കി വെച്ചേക്ക്. തിരിക്ക് കൈ കൊണ്ട് തിരിക്ക്. അത്രയും വേണ്ട, നടുക്ക്. നടുക്ക് പോകാവാ. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും മുന്നോട്ട് പോകേണ്ടി വന്നാൽ? ഇപ്പൊ എല്ലാം മാം ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഒന്ന് പതുക്കെ കാലെടുത്താൽ വണ്ടി പുറകോട്ട് പോകും. മുഴുവൻ കാല് റിലീസ് ചെയ്തോ. കണ്ട, അത്രേ പുറകോട്ട് വരത്തുള്ളൂ. ഇനി പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുക, നേരെയാക്കി എടുക്കുക. വണ്ടിയെ നേരെയാക്കിയില്ല. ഇപ്പോഴും സ്വഭാവം മാറി. ആളുടെ സ്വഭാവം മാറി. തിരിക്കാൻ പറഞ്ഞപ്പോ എങ്ങനെയാ തിരിച്ചോണ്ട് വന്നത്? ഓക്കെയാണ് മാം. നേരെ മുന്നിൽ ഒരു കാഴ്ച എടുക്കരുത്. ഇവിടം വരെയുള്ള കാഴ്ചകളെ കാണാവുള്ളൂ വണ്ടിയിൽ. ഓക്കെയാണ്. വണ്ടി ഈ സൈഡിൽ നിന്ന് അകന്ന് പോവുകയാണെന്ന് തോന്നിയാൽ പതുക്കെ അതിനെ അടുപ്പിച്ചോണം. അകന്നാണോ പോകുന്നത്? അപ്പൊ എന്ത് ചെയ്യണം? അകന്നാണോ പോകുന്നത്? മാം ഇപ്പോഴും നേരെ മുന്നിലാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നോക്കും. വണ്ടി ഈ സൈഡിൽ നിന്ന് അകന്നാണ് പോകുന്നതെന്ന് തോന്നിയാൽ അടുപ്പിച്ചോണം. ഈ സൈഡിലേക്കാണ് പോകണമെന്ന് തോന്നിയാൽ പതുക്കെ ഇവിടുന്ന് അകത്തിക്കോണം. അകന്ന് വരുന്ന കേട്ടാ. അകന്ന് വരുമ്പോ നേരെ ആക്കി കൊടുത്തോണം. ഇനി അകലുകയാണെങ്കിൽ അടുപ്പിച്ച് കൊണ്ടുവന്നോണ്ടിരിക്കണം. കിട്ടുന്നുണ്ടോ? പോട്ടെ. ഇവിടെ സ്പേസ് വരുന്നതനുസരിച്ച് വണ്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നോണം. കണ്ട, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതാണ്ടാ. ഇവിടെ സ്ഥലം കുറയുന്നതനുസരിച്ച് ഇവിടുന്ന് പതുക്കെ അകത്തി മാറ്റിക്കോണം. മാം ഇത് മാത്രം ശ്രദ്ധിക്കും. നേരെ മുന്നിലേക്ക് നോക്കരുത് ഇപ്പൊ കുറച്ചു നേരത്തേക്ക്. ഈ സൈഡ് ഒന്ന് കിട്ടാൻ വേണ്ടിട്ടാ. ഇപ്പോഴും മാം കല്ല് ചുമക്കുന്ന അത്രയും ഭാരം എടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടിരിക്കും. രണ്ടാമതൊരു കൈ ഇത് കണ്ട്, ഇത് വെറുതെ വെച്ചിരിക്കുകയല്ല. ഈ 2 കൈയും സ്റ്റിയറിംഗ് വെച്ചു. ഇതിൽ കൂടുതൽ തിരിക്കേണ്ടി വന്നാലല്ലേ ഞാൻ കൈ അടുത്ത് തിരിക്കേണ്ടി വരുള്ളൂ. ഇപ്പോഴും ഇത് ഈ കൈ വായുവില്ല. നോക്ക്, ഇതിനെ തട്ടാതിരിക്കാൻ ഒരു അകലം മാത്രം മതി നമുക്ക്. നോക്ക്, അതിന്റെ അടുത്തേക്കാന്ന് പോകുന്നതെന്ന് തോന്നിയാൽ ഇച്ചിരി അകലം എടുത്തോണം. ഇടിക്കില്ല. ഇനി വീണ്ടും ഇവിടെ സ്ഥലമുണ്ട്. അപ്പൊ പതുക്കെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാം. കിട്ടുന്നുണ്ടോ? നേരെയാക്കി വാ. വീണ്ടും നോക്കി, ഇത് മാത്രം നോക്കി പോയി. എതിരെ വരുന്ന വണ്ടി ഇപ്പൊ ഞാൻ നോക്കിക്കോളാം. മാം ഈ സൈഡ് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് ഓടിക്കും. ഇപ്പോഴും മാം ഒരു കൈ വായുവിൽ വെച്ചാൽ മാം പെട്ടെന്ന് എടുത്ത് തിരിക്കും. അതിന് 2 കൈയും പ്രോപ്പറായിട്ട് വയ്ക്കും. വെച്ചാ മാമിന് ഇത്രയും ടേൺ 2 കൈ കൊണ്ട് തന്നെ എടുക്കാം. കണ്ട, ഇങ്ങോട്ടും ഇത്രയും ടേൺ എടുക്കാം. അതിൽ കൂടുതൽ വേണ്ടുമ്പോഴല്ലേ വിടേണ്ടത്. ഈ കൈ ലൂസാക്കി ഇങ്ങനെ വയ്ക്കും. മാം ഇത് മാത്രം നോക്ക്. ഇവിടെ നമുക്ക് ഒതുക്കി നിർത്തണം. 25 എഴുതിയിരിക്കുന്ന കണ്ട, ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ്. ബ്രേക്കിലൊന്ന് കാല് വെച്ചിട്ടുണ്ടോ? ഈ സൈഡ് നോക്കിക്കോ. ഇവിടെ കിട്ടാവുന്നത്രയും സ്ഥലത്തേക്ക് ഇതിനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോകാം. കൈ എടുത്ത് മാറ്റരുതേ. കണ്ട, ബ്രേക്കിൽ കാലുണ്ട്. ഇനിയും പോട്ടെ മുന്നോട്ട്. ആ പോസ്റ്റിന്റെ അവിടം വരെ ഇനിയും പോവാം. മാക്സിമം സൈഡായില്ലേ? ബ്രേക്ക് ചെയ്യും. ഇനി ഈ വണ്ടി നേരെയാക്കാൻ എങ്ങോട്ട് മാറ്റണം? നോക്ക്, വണ്ടി ഇങ്ങനെ ചരിഞ്ഞല്ലേ നിൽക്കുന്നത്. നേരെയാക്കാൻ എങ്ങോട്ട്? അതിന്റെ റൈറ്റ് ഇച്ചിരി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് പതുക്കെ മുന്നോട്ട് വിട്ടുകൊടുത്തേ. അപ്പൊ ഇത് നേരെ വരും. നേരെ വരും. വന്നാ അപ്പൊ ബ്രേക്ക് കണ്ട, ഇങ്ങനെ വണ്ടി ലെവൽ ചെയ്തത്. ഇപ്പോഴും ഞാൻ പകുതി ആളിവിടെ ഇല്ല, മരവിച്ച അവസ്ഥയില. ശരിയല്ലേ മാം? കൈയെല്ലാം എടുത്ത് ജോലി ചെയ്യുന്ന പോലെ, ഭാരം എടുക്കുന്ന പോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതൊന്നും വേണ്ട. കൈയുടെ ഇത് കണ്ട, അകത്ത് കയറി വരുന്ന കണ്ട. മാം ഇങ്ങനെ പിടിച്ചാൽ മുറുക്കും ഇതിനകത്ത്. അപ്പോഴാണ് ഈ കൈ ലൂസാക്കി കളയുന്നത്. മാം ഇങ്ങനെ സ്റ്റിയറിംഗിൽ ഒന്ന് കൈ പിടിച്ച, 2 കൈ പിടിച്ചിട്ടുണ്ടോ? ബ്രേക്ക് ചെയ്ത് പിടിച്ചു. മാം ഒന്ന് ലെഫ്റ്റിലേക്കും തിരിച്ച്. കൈ എടുക്കരുത്. ആ കൈയുടെ ലിമിറ്റിൽ മാത്രം തിരിച്ച്. കണ്ട, ഇത് വായുവിൽ പോകുന്നുണ്ട് ഈ കൈ. മാം ഇത് പിടിച്ചോ? ഇതില് 2 കൈയും പിടിച്ച്.
രണ്ട് കൈ പിടിച്ചിട്ടുണ്ടോ? ഇത് ഇത്രയും തിരിവ് മാമിന് എടുക്കാം, കൈ എടുക്കാതെ തന്നെ. ഇതിൽ കൂടുതൽ വേണ്ടി വരുമ്പോഴല്ലേ ഈ കൈ ലൂസാക്കി കളയുന്നത്. ശരിയല്ലേ മാം? അങ്ങനെയല്ല ചെയ്യുന്നത്. മാം അനങ്ങുമ്പോഴേ ഈ കൈ ലൂസാക്കി കളയും. റൈറ്റും തിരിച്ചേ, ഈ രണ്ട് കൈയും എടുക്കാതെ. ഇത് അത്ര ലിമിറ്റ് മാമിന് തിരിക്കാം, കണ്ടാ? അതിൽ കൂടുതൽ വേണ്ടി വരുമ്പോഴാണ് ആ കൈ ലൂസാക്കി കളഞ്ഞിട്ട് ഇത് കറങ്ങി വരുന്നത്. ലെഫ്റ്റും തിരിച്ചൊന്ന് ആ കൈയുടെ ലിമിറ്റിൽ മാത്രം, കണ്ടാ? അത് മതി വണ്ടി സ്ട്രെയിറ്റ് റോഡിൽ നിയന്ത്രിക്കാനായിട്ട്. വളവ് വരുമ്പോഴാണ് പിന്നെ നമ്മൾ കൈ എടുത്ത് മാറ്റി തിരിക്കുന്നത്. ശരിയാണ് ഞാൻ പറഞ്ഞത്. നീങ്ങാൻ വീണ്ടും വിടുന്നത്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വയ്ക്കും, കൈ സ്റ്റിയറിംഗിൽ പിടിച്ചിട്ടുണ്ടാ? പയ്യെ മുന്നോട്ട് പോട്ടെ. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കുന്നത്? ഇനിയുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ബ്രേക്ക് ലൂസ് ചെയ്യും. ഫ്രണ്ടിലത് ഈ കാഴ്ച നോക്ക്. വണ്ടി എങ്ങോട്ടാ കൊണ്ടുവരണ്ടെന്ന് വെച്ചാൽ കൈ എടുത്ത് മാറ്റാതെ വന്നോളും. ഇത് കണ്ടാ വരുന്നണ്ടാ? വന്നു എന്ന് തോന്നുമ്പോൾ നേരെയാക്കി എടുക്കും. ഓക്കെ ആണോ? അപ്പോൾ അതൊക്കെ നീങ്ങട്ടെ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്കണം. അവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? നമുക്ക് കൈ ഇങ്ങനെ തന്നെ പിടിച്ചു. മാം നോക്ക്, ഈ കൈയുടെ ലിമിറ്റിൽ സ്പീഡ് വേണ്ട. എന്നിട്ട് ബലം പിടിക്കല്ലേ മാം. പതുക്കെ തിരിച്ച് കൊണ്ടുപോവാം മാം. നാട്ടുകാരെ ഒന്നും നോക്കണ്ട, ഈ സൈഡ് മാത്രം നോക്കിയാൽ മതി. സൈഡിലാണോ വണ്ടി? ശരിക്കും തിരിക്കുമ്പോഴും വെപ്രാളം പിടിക്കുന്നുണ്ട്. ശരീരം മൊത്തം എഴുന്നേക്കുന്നുണ്ട് ഇവിടുന്ന്. സീറ്റ് കൂളായിട്ടിരിക്കും മാം. അങ്ങനെ ചെയ്യുന്നതോറും നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ഈ വണ്ടിയെ. കണ്ട ഇപ്പോഴും കണ്ട ഒരു കൈ വായുവിലാണ് നിർത്തിയിരിക്കുന്നത്. ബ്രേക്കിലേക്ക് കാല് വെച്ചോ, എന്നിട്ട് പതുക്കെ തിരിഞ്ഞു പോവാം. നേരെ ആക്കി എടുക്കും. കിട്ടുന്നുണ്ടോ? പോവാം, പോട്ടെ. നമുക്ക് അല്ല അത്രയും ചെറിയ റോഡിൽ കയറേണ്ടതാണ് മാം. ഫ്രീ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ റോഡിലേക്ക് തിരിഞ്ഞ് കയറി പോകാൻ പറ്റുള്ളൂ മാം. ഇപ്പൊ തിരക്ക് കുറഞ്ഞ ഇങ്ങനെയുള്ള റോഡിൽ മാത്രമേ മാമിന് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ മാം. അത്രയും പാനിക്കായ പോട്ടെ മാം. നോക്കാം, ആ കാർ എന്നിട്ട് തട്ടരുത്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ മാമിന് പേടി തോന്നുന്നുണ്ടെങ്കിൽ കാല് ബ്രേക്കിലേക്ക് വെച്ചേക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതിന് വേണ്ടുന്ന സ്ഥലം മാത്രമേ എടുക്കാവുള്ളൂ. കിട്ടിയെന്ന് തോന്നിയാൽ പിന്നെ അകലുകയും ചെയ്യരുത്, അടുക്കുകയും ചെയ്യരുത്. ആ കാറ് കഴിയുമ്പോൾ നമ്മുടെ സൈഡിലേക്ക് വരണം, കണ്ടാ? പിന്നെ നമ്മുടെ സൈഡിൽ തട്ടാത്ത രീതിയിൽ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതുപോലെ ലെവൽ ചെയ്തെടുക്കും. ഓക്കെ മാം നോക്കി, ഈ സൈഡ് മാത്രം നോക്കി ആ വളവ് തിരിച്ചുകൊണ്ട് വരണം. ഈ സൈഡിൽ വണ്ടി ഇറങ്ങി പോവുകയും ചെയ്യരുത്, ഈ സൈഡിൽ നിന്ന് അകന്ന് പോവുകയും ചെയ്യരുത്. ബ്രേക്കിൽ വെറുതെ ഒന്ന് കാല് വെച്ചോണം. എല്ലാ വളവെടുക്കുമ്പോഴും ഒന്ന് കാല് ബ്രേക്കിലേക്ക് കൊണ്ടുവന്നോണം. കിട്ടിയാ? പോട്ടെ. ഇവിടെ മാത്രം ഫോക്കസ് ചെയ്യാവുള്ളൂ, ഈ ഒരു സ്ഥലം മാത്രമേ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ മാം. ആ മതിലിന്റെ സൈഡിൽ ഒന്ന് ഒതുക്കി നിർത്താനാ. അപ്പൊ കാല് വെറുതെ ഒന്ന് ബ്രേക്ക് വെച്ചോ. അത് വണ്ടി ഒന്ന് സൈഡിലേക്ക് കൊണ്ടുവന്നേ. മാക്സിമം സൈഡ് വരുമ്പോ ബ്രേക്ക് ചെയ്ത് നിർത്തിയേക്ക്. വന്നാ അവിടെ ബ്രേക്ക് ചെയ്ത് നിർത്തി. എന്നിട്ട് മാം ആലോചിച്ചേ, വണ്ടി എങ്ങോട്ട് മാറ്റിയാലാണ് നേരെ കിട്ടുന്നത്. അപ്പൊ റൈറ്റ് ഒന്ന് തിരിച്ചേ, വെറുതെ വണ്ടി നീങ്ങരുത്. തിരിച്ചിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് വണ്ടിയെ നീക്കിയത് ഓടി നേരെ വരും. നേരെ എപ്പോ വരുന്നു അപ്പൊ നിർത്തിയേക്കണം. ബ്രേക്ക് ഫുള്ള് ലൂസ് ചെയ്ത് കൊടുക്കും. ഇത് നേരെ വരുന്നുണ്ട്, കണ്ടാ? അപ്പൊ ബ്രേക്ക് ചെയ്യും, കണ്ടാ? ഇനി വീല് നേരെയാക്കി വെച്ചാൽ മതി. അങ്ങനെ തിരിഞ്ഞിട്ടില്ല വണ്ടി ഇപ്പോഴും നമ്മുടെ സൈഡിലേക്ക്, കണ്ടാ? മാമിന് അത് മിസ്സാവരുത്. അത് മിസ്സായാൽ വേറൊരാളുടെ സ്ഥലത്ത് നമ്മൾ കയറി ചെല്ലുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് മാത്രം ഫോക്കസ് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോകും. ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയിരിക്കും, കണ്ടാ? നമ്മൾ കഴിഞ്ഞ ദിവസം വന്നതാ ഈ സ്ഥലം. കറക്റ്റ് അല്ലേ? നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ട? റൈറ്റ് ആണോ സ്ട്രൈറ്റ് ആണോ? സ്ട്രൈറ്റ് പോകുന്നത്. ഹോൺ അടിക്കും. ഇങ്ങനെ നേരെ ബലം പിടിക്കല്, കണ്ട? ആള് മാറിയ കണ്ട? ഇപ്പോഴും മാമ പാനിക്കായത്. അയാൾ വെറുതെ അവിടെ നിൽക്കുകയായിരുന്നു. ബ്രേക്ക് ഫുള്ള് ലൂസാക്കി കൊടുക്കും. ബ്രേക്ക് ഇത്രയും പവർ വേണ്ട ബ്രേക്ക് കിട്ടുമ്പോഴേ. ബ്രേക്ക് ഫുള്ള് ലൂസാക്കും. മസിൽ പിടിച്ചേ ആ സമയത്ത്. വീണ്ടും ബ്രേക്ക് പ്രസ് ചെയ്യും. സൈഡ് നോക്കി. അയാൾ അവിടെ വെറുതെ നിൽക്കുകയായിരുന്നു, ശരിയല്ലേ? മാമിനെ കണ്ടോണ്ട് അയാൾ വട്ടം ചാടുമായിരുന്നോ? നമ്മളല്ലേ അവിടെ ടെൻഷനായത്. നമ്മൾ സഡൻ ആയിട്ട് അങ്ങനെ നിർത്തിയാൽ എന്ത് പറ്റും? പുറകെ വരുന്ന ആൾക്ക് അറിയാൻ മേല, അയാൾ നമുക്കിട്ട് കൊണ്ടുവന്നിരിക്കും. എന്ത് പറ്റി? പാനിക്കാവാ.
ഇത് നമുക്ക് പതുക്കെ ഉരുട്ടിക്കൊണ്ട് നടക്കണ്ടേ? ആ വിരല് ആ. പുറത്തോട്ട് എടുക്ക്. ആ. നമുക്ക് പാനിക്കാതെ ഫ്രീ ആയിട്ട് കൂളായിട്ടിരിക്കണം കേട്ടാ. അവന്റെ കാലില് ബ്രേക്ക് ഉണ്ട്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? സഡൻ ബ്രേക്ക് ഇടേണ്ടി വരരുത് ഒരിക്കലും. നേരത്തെ കാണുന്ന സാഹചര്യത്തിനനുസരിച്ച് വണ്ടിയുടെ വേഗത കുറച്ച് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ വണ്ടിയെ. മാം ഒരു 100 മീറ്റർ മുന്നിലെ കാഴ്ചകൾ മുഴുവൻ കാണുന്നുണ്ട്. അവിടെ എന്തുണ്ടെന്ന് വരെ മാമിന് അറിയാം. ഓടി എത്തുന്നതനുസരിച്ച് അവിടെ തടസ്സമാണെങ്കിൽ പതുക്കെ അങ്ങോട്ട് എത്തണം. തടസ്സമില്ലെങ്കിൽ ഓടി പോയിക്കോണം. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊന്ന് ഒതുക്കി നിർത്താം. അതാ 40 എഴുതിയിരിക്കുന്ന അവിടെ. അപ്പൊ ഇൻഡിക്കേറ്റർ ഇടാം ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യണം? വണ്ടി ആ സൈഡിലേക്ക് പതുക്കെ കൊണ്ടുപോകാം. അവിടെ മാമിന് ഇപ്പൊ കാണാം എന്തൊക്കെ അവിടെ ഉണ്ടെന്ന്. ആ കണ്ട കാഴ്ചയിലേക്ക് മാത്രം വണ്ടിയെ ചരിച്ച് വിട്ടുകൊടുക്കും. അത്ര ആയി എന്ന് തോന്നുമ്പോഴത്തേക്ക് അവിടെ അങ്ങ് നിർത്തിയേക്ക് ബ്രേക്ക് ചെയ്ത്. കണ്ടോ? ഇനി ലെവൽ ചെയ്യാൻ എങ്ങോട്ട് മാറണം നോക്ക്. അപ്പൊ അങ്ങോട്ട് തിരിക്കും. ഓക്കെ, എത്തിയൊന്നും നോക്കണ്ട. ഇനി പയ്യെ വിട്ടുകൊടുത്താൽ അത് ഓടി നേരെയാവും. ബ്രേക്ക് ഫുള്ള് വിട്ടുകൊടുക്കും. ഇതേപ്പോ ഉരുണ്ട് നേരെ വന്നോളൂ. വരട്ടെ. കൈ എയറിൽ പോയത് അവിടെ ഇരിക്കട്ടെ. നേരെ ആയാ ബ്രേക്ക് കണ്ടാ? ഇനി വീല് നേരെയാക്ക്. കഴിഞ്ഞു. ശ്വാസം വെള്ളം വല്ല കുടിക്കണം. പോവാം നമുക്ക് വീണ്ടും. ബ്രേക്ക് ഒന്ന് ഫുള്ള് കാലെടു. എന്നിട്ട് ആക്സിലേറ്ററിൽ പോവാം. കണ്ടാ? ആക്സിലേറ്റർ ഒന്ന് കാലെടുത്തേ. വണ്ടി പുറകോട്ട് പോകുമ്പോ ആക്സിലേറ്റർ കൊടുത്തേ. കണ്ടാ? ഇതെങ്ങനെ ക്ലൈംബ് ചെയ്യാൻ പറ്റണം. അത് ഇപ്പം മാം ചെയ്യും, പക്ഷെ വീടിന്റെ അവിടെ ചെന്നാൽ മാം ചെയ്യുന്നില്ല. ഒന്ന് ആക്സിലേറ്റർ കൊടുത്തേ. മതി. ബ്രേക്ക് ചെയ്തേ മാം. ബ്രേക്ക് പുറകോട്ട് പോകാത്ത രീതിയിൽ പിടിച്ചു നിർത്തും. ഇനി ഒന്ന് മുന്നോട്ട് എടുത്ത് നോക്കിയാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ ആക്സിലേറ്ററിൽ കാല് പോകണം. ഒരുപാടാവുകയും ചെയ്യരുത്. അത് എടുക്കും. വന്നിട്ടില്ല കാല്. ബ്രേക്ക് ഇപ്പോഴും മാം അത് ചെയ്യുന്നില്ല. കാല ഇങ്ങനെ വിട്ടിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുക. ആക്സിലേറ്റർ വരാതെ ഈ വണ്ടി മുന്നോട്ട് പോകത്തില്ല. ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോകാം. ഇല്ല കണ്ട, പുറകോട്ട് പോകുമ്പോഴും ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി പോകത്തില്ല. മുന്നോട്ട് പോട്ടെ. പതുക്കെ നീങ്ങട്ടെ. ഓടി പോകാനല്ല, പതുക്കെ നീങ്ങട്ടെ. നീങ്ങുന്നില്ല. നീങ്ങട്ടെ മാം. മുഖം മാറിയണ്ട. ഫ്രീ ആയിട്ടിരിക്കും. നീങ്ങട്ടെ. അവിടെ നിർത്ത്. ബ്രേക്ക്. ഓക്കെ, ബ്രേക്ക് ഒന്ന് കാലെടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിലേറ്ററിലേക്ക് കാല് കൊണ്ടുപോവാ കൃത്യമായിട്ട്. കാലെടുക്കും. എന്നിട്ട് ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോവാ. ഇപ്പോഴും കാല് അനങ്ങുന്നില്ല. കൊണ്ടുപോവാ. കണ്ടാ? കുറച്ച് താമസിക്കുന്നു. ബ്രേക്ക് ചെയ്യും മാം. ബ്രേക്ക് ചെയ്ത് കാലെടുത്ത് ക്യുക്കായിട്ട് അവിടെ വാ മാം. മാം ഇവിടെ ആലോചിച്ചിട്ടാ പിന്നെ അവിടെ കൊണ്ടുവരുന്നത്. വീണ്ടും വാ. പെട്ടെന്ന് ആക്സിലേറ്റർ കൊണ്ടുപോവാ. കണ്ടാ? പുറകോട്ട് പോകാത്ത കണ്ടാ? നിർത്ത്. ബ്രേക്ക് ചെയ്ത് നിർത്ത്. വീണ്ടും ആക്സിലേറ്ററിലേക്ക് പോകും. കണ്ട? ആലോചിക്കുന്നുണ്ടാ? മാം ആലോചിക്കുന്നതോറും പുറകിൽ തടസ്സമുണ്ട്. അതായിട്ട് പോയി ഇടിക്കും വണ്ടി. കിട്ടിയാ? മുന്നോട്ട് നീങ്ങട്ടെ. മുഖം നേരെ പോയി. നീങ്ങുന്നില്ല. അപ്പൊ അതൊക്കെ ഇവിടെ നിർത്തിക്കാം മാം. ബ്രേക്ക് ചെയ്ത് നിർത്ത്. ഇനി ഒന്ന് മുന്നോട്ട് എടുത്ത് കാണിച്ചേ. കണ്ടാ? നീങ്ങട്ടെ. ഇപ്പോഴും കണ്ട മാം ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി മുന്നോട്ട് പോകത്തില്ല. അതെ പുറകോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് നീങ്ങിയായിരുന്നു. അത് പുറകോട്ടായിരുന്ന പോയാ മുന്നോട്ടായിരുന്നു. നിർത്ത്. ബ്രേക്ക്. മാമിന് മാം മനസ്സിനെ ബ്ലാങ്ക് ആക്കരുത്. പുറകോട്ടാണോ മുന്നോട്ടാണോ നോക്കി കൃത്യമായിട്ട് കയറണം. നോക്ക്. ആ കാലെടുത്ത് മുന്നോട്ട് പോയിക്കാൻ. കണ്ട? ഇപ്പോഴും പുറകോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. മാം അവിടെ പെയിറ്റ് ഇടുമ്പോഴേ വണ്ടി മുന്നോട്ട് വരത്തുള്ളൂ. നിർത്ത്. ബ്രേക്ക്. വീണ്ടും മുന്നോട്ട് കയറി നോക്ക്. വണ്ടി അത് തന്നെ. നീങ്ങണ്ട. അങ്ങനെ തന്നെ. നിർത്ത്. വീണ്ടും പുറകോട്ട് പോവാതെ മുന്നോട്ട് എടുക്കും. കണ്ടാ? നിർത്ത്. വീണ്ടും മുന്നോട്ട് എടുക്കും. വീണ്ടും നിർത്ത്. ഒരടിയ വണ്ടി പുറകോട്ട് പോകാനുള്ള. അതിനുള്ളിൽ മുന്നോട്ട് എടുക്കണം. മുന്നോട്ട് ഓടി പോവുകയും ചെയ്യരുത്. ചെയ്യും. കണ്ടാ? ഇപ്പൊ പിടുത്തം കിട്ടി വണ്ടിക്ക്. പിന്നെ അതേ പിടിച്ച് കയറിക്കോണം മുന്നോട്ട്. വീണ്ടും ചെയ്യും. കണ്ടാ? അവിടെ ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. നിർത്തുന്നത്. വീണ്ടും എടുക്കും. ഒരുപാട് ഇറങ്ങുന്നു. നിർത്തുന്നൂടെ. ബ്രേക്ക് നിർത്തും. മാം ചിന്തിച്ച് അത് കാലിലേക്ക് വരാനുള്ള സമയം കൊണ്ട് വണ്ടി പുറകിൽ പോകും. അതിനേക്കാൾ കുറച്ചുകൂടി ക്യുക്ക. മനസ്സ് ഫ്രീ ആക്കിയാൽ മാം ചെയ്യും. ചെയ്യും. കണ്ടാ?
ചവിട്ടലിൽ വെയിറ്റ് കുറച്ചാ കുതിക്കില്ല മുന്നിലേക്ക്, പിന്നെ ആക്സിലേറ്റർ ബാലൻസ് ചെയ്യാൻ പറ്റും വണ്ടിയെ. കണ്ടാ, അവിടെ വെയിറ്റ് കുറച്ചാൽ പിന്നെ അതേ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റും. കണ്ട, അതിന് പുറകോട്ട് പോകത്തില്ല, വെയിറ്റ് ഇട്ട് കൊടുക്ക്. കണ്ടാ, കൂടാതിരുന്നാ മതി, അത് കൂടിയാൽ മുന്നോട്ട് പോകും. കുറയ്ക്കൊന്ന് പതുക്കെ. ഇത് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും ആക്സിലേറ്ററിൽ തന്നെ. കണ്ടാ, മുന്നോട്ടും പോവില്ല പുറകോട്ടും പോവില്ല. കിട്ടിയാ? നമ്മുടെ ആ കയറ്റത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇത് എക്സ്പീരിയൻസാ. അവിടെ നിർത്തി എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം സ്ഥലവും ചെറുതാണ്, കുത്തനെയാ കയറ്റം. മാം ടെൻഷൻ ആയാ വണ്ടി താഴെ പോകും, ശരിയല്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ അതിന് മുതിരരുത്. ഇപ്പം പോട്ടെ, കയറട്ടെ. അത് വെയിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് കയറും. തിരിച്ച് മാറേണ്ട ആവശ്യം ഉണ്ടാ? ഇല്ല, ലെവൽ ചെയ്ത് കൊണ്ടുപോകാം. അതൊന്നുകൂടെ ബ്രേക്ക് ചെയ്ത് നിർത്തിക്കുക, ഇനി മുന്നോട്ട് എടുക്കുക. ടെൻഷൻ ആവരുത്. ആ, ലെവൽ ചെയ്തെടുക്കുക വണ്ടിയെ. ഇനി മാമിന്റെ കൺട്രോളിലാണ് വണ്ടി. കണ്ടാ, നിർത്ത്. കണ്ടാ, അപ്പം നേരെയാക്കി വെക്കണം, തിരിച്ചത്രയും. ഇനി നമുക്ക് ഇത്രയും കാഴ്ചയുണ്ട് അവിടം വരെ പോവാൻ. വീണ്ടും പുറകോട്ട് ചെല്ലാം, അപ്പൊ ഇത് മറയും വീണ്ടും. വാ, പതുക്കെ പതുക്കെ വാ. കണ്ട, അത് കുറഞ്ഞു വരുന്നതല്ല അവിടുത്തെ വിഷ്വല്. വാ, അത് മറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നിർത്തണം. ഞാൻ കാഴ്ച കുറഞ്ഞു വരിക. പതുക്കെ പോട്ടെ, ഇനിയും കാഴ്ചയുണ്ട്, നമുക്ക് പോകാൻ പറ്റും. കണ്ട, കുറഞ്ഞു. അപ്പൊ ബ്രേക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ പതുക്കെ തിരിക്ക് മതി. എന്നിട്ട് നനങ്ങി നോക്കാം, അപ്പൊ വീണ്ടും അവിടെ കാഴ്ച തെളിഞ്ഞു വരും. വന്നാ ബ്രേക്ക്, എന്നിട്ട് ആ തിരിച്ചത്ര നേരെയാക്കി വെക്കുക, അല്ലെങ്കിൽ പിന്നെ അകന്നു പോകും. ഓക്കെ ആണോ? ഇനി ബാക്കിലേക്ക് പോട്ടെ. പിന്നെ ഇവിടെ കാഴ്ച കുറയുവാണെങ്കിൽ അകത്തണം, കൂടുകയാണെങ്കിൽ അടുപ്പിച്ചു കൊടുക്കണം. കുറയുമല്ലേ? വാ, ആ മറയുന്നതിന് തൊട്ട് മുമ്പ് നിർത്തിയിട്ട് പിന്നെ അകന്നാ മതി. ഒരുപാടും തിരിക്കരുത്, ഒരുപാട് തിരിച്ചാൽ ഒരുപാട് അകന്നു പോകും വണ്ടി പെട്ടെന്ന്. കാഴ്ച വരുമ്പോ നിർത്തി നേരെയാക്കാൻ വേണേ. വന്നാ അപ്പൊ നേരെയാക്കി കൊടുക്കും. ആ, അതെ അതെ. വീണ്ടും നീങ്ങ്. സ്ഥലം കുറയുകയാണെ സ്ഥലം കൂടുതൽ എടുത്തോണം. ആ വെള്ള വരയ്ക്ക് പുറത്ത് പോകരുത് വണ്ടി. ഓട്ടെ, എന്ത് വേണമെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്തു. എനിക്ക് ആ വെള്ള വരയുടെ പുറത്ത് ഇറങ്ങരുത് വണ്ടി. വെള്ള വരയോട് ചേർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ബാക്കിലേക്ക്. നിർത്തി ആലോചിച്ച് ചെയ്താൽ മതി. ഓടി പോകണ്ട ഒരു ഡ്രൈവർ പോകുന്ന പോലെ. ആലോചിച്ച് ചെയ്താൽ മാം ആരെയും ചിന്തിക്കൊന്നും വേണ്ട. മാമിന് ഒന്നും പറയാൻ ആരും ഇവിടെ വരത്തില്ല. നിർത്തിയിട്ടേ ഓരോന്നും ചെയ്യാവുള്ളൂ. ഓട്ടത്തിൽ ചെയ്യാൻ നോക്കരുത്, നടക്കത്തില്ല നമ്മളെ കൊണ്ട്. ഇപ്പൊ എന്തുവാ, കൂടുതൽ സ്ഥലം വന്നോ അതോ കുറവ് അതുപോലെ തന്നെയാണ്? പോട്ടെ. കൂടുതൽ സ്ഥലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇച്ചിരി അടുപ്പിച്ച് കൊടുത്തേക്കണം ഇങ്ങോട്ട്. ആ സ്ഥലത്തിനെ കുറയ്ക്കണം. കുറയുന്നു തോന്നുമ്പോൾ നിർത്തിയിട്ട് പിന്നെ അകലം എടുത്തോണം കൃത്യമായിട്ട്. കുറഞ്ഞ അപ്പൊ എന്ത് ചെയ്യണം? നിർത്തി നേരെയാക്കണം. പിന്നെ അവിടെ കാഴ്ച കിട്ടാനായിട്ട് ഇപ്പൊ കാഴ്ച ഉണ്ടല്ലേ? ആ, വാ. എന്ത് ചെയ്യണം? നേരെയാക്കിയാൽ മതിയോ അതോ ഇച്ചിരി അകലം എടുക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ പൊക്കളയും. വിഷ്വല് തെളിയുമ്പോൾ പിന്നെയും കൃത്യമായിട്ട് മാറ്റിക്കോണം. തെളിഞ്ഞ അപ്പൊ എന്ത് ചെയ്യണം? പിന്നെ നേരെയാക്കി കൊടുക്കണം. അപ്പൊ നിൽക്കട്ടെ, ഒരു ഐഡിയ കിട്ടിയ റിവേഴ്സ് ഉറപ്പാണ്. ബാക്കിലേക്ക് പോണ്ടി വന്നാലോ അല്ലെങ്കിൽ ഒതുക്കിയിട്ട് കൊടുക്കേണ്ടി വന്നാലോ ഇങ്ങനെയാ. നമുക്ക് എന്താണോ പുറകിൽ തടസ്സമായിട്ടുള്ളത് അതിനടുത്തേക്ക് ആദ്യം വണ്ടിയെ കൊണ്ടുവരണം. അതിലേക്ക് പോവുകയും ചെയ്യരുത്, അതേ അകന്നു പോവുകയും ചെയ്യരുത്. അകന്നു പോയാൽ അതിനർത്ഥം വണ്ടി റോഡേ കയറുകയാണെന്നാ. അടുത്താണ് വരുന്നതെങ്കിൽ അതിൽ ഇടിക്കാൻ പോവുകയാണെന്ന അർത്ഥം. ആ ഒബ്ജക്റ്റിനും വണ്ടിക്കും ഇടയ്ക്ക് ഒരു സ്ഥലം ഉണ്ടാവണം എപ്പോഴും. ഇപ്പൊ കാണുന്ന പോലെ ആ വെള്ള വര നോക്കിയാ നമ്മൾ കൊണ്ടുവന്നത്. വെള്ള വരയ്ക്കും വണ്ടിക്കും ഇടയ്ക്ക് കൃത്യമായിട്ടൊരു സ്ഥലമുണ്ട്. ഇനി വേണമെങ്കിൽ ആ സ്ഥലം കുറയ്ക്കാം മാമിന് കുറച്ചുകൂടെ.
അതായത് ഇത്തിരി കൂടെ ഒതുങ്ങി കൊടുക്കാൻ പറ്റും. ശരിയല്ലേ? കിട്ടുന്നുണ്ടോ ഒരു ഐഡിയ? അതോ ചുമ്മാ അടിച്ചു വിടുന്ന? കണ്ട ഇത്ര സ്പേസിലാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് വണ്ടി. ഒന്ന് ന്യൂട്രലാക്കിക്കാ ആ ഹാൻഡ് ബ്രേക്ക് എന്നിട്ട് ഞാനൊന്ന് ഇറങ്ങി വന്ന് നോക്കിയാ വണ്ടിയിൽ നിന്ന്. പേടിയൊന്നും ഇല്ലല്ലോ ഇറങ്ങാൻ. ഞാനും ദേവരാജൻ മഷൻ കൂടി പാട്ടൊരു ഇവിടെ നോക്ക്, ന്യൂട്രലാക്കണം, റിവേഴ്സ് ഗിയർ ഇടണം. ആ ഇട്, അത് ഇടാതെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനി പറ, അവിടെ സ്ഥലം ഉണ്ടോ? ഇല്ലേ, കുറച്ചേ ഉണ്ടോ അതോ വിശാലമായിട്ടുണ്ടോ? എനിക്ക് വൈറ്റ് ലൈൻ അല്ല വേണ്ട, എനിക്ക് ആ കുറ്റിയുടെ സൈഡിൽ വണ്ടി ഇട്ട് തരണം. വൈറ്റ് ലൈൻ കഴിഞ്ഞിട്ട് ഒരു കോൺക്രീറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു കുറ്റി ഉള്ളത്. എനിക്ക് അവിടെ വണ്ടി ഒതുക്കിയിട്ട് തന്നാൽ മതി. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? തിരിക്കും. കുറച്ചല്ല, ആ സ്ഥലം കളയാനായിട്ട് എന്ത് ചെയ്യണം? അങ്ങോട്ടൊരു തിരിവെടുക്ക്. തിരിച്ചിട്ടുണ്ട്, എന്നിട്ട് അനങ്ങി നോക്കാം സ്ഥലം കുറയുമോ നോക്ക്. കുറയുന്നുണ്ടാ? കുറഞ്ഞു എന്ന് തോന്നുന്നു മാമിന് പറ്റുന്ന ലിമിറ്റ് ആയി തോന്നുമ്പോ മാം വണ്ടി നിർത്തണം. ആയാ? അതോ ഇനിയും വരും? അപ്പൊ ഇച്ചിരി കൂടെ അടുപ്പിക്കുക. അതുപോലെ ആയാ? അപ്പൊ നിർത്തിയേക്ക്. ഇനി എന്ത് ചെയ്യണം? നേരെയാക്ക്. നേരെയാക്കിട്ട് എന്ത് ചെയ്യേണ്ടി വരും? തിരിക്ക്. എന്നിട്ട് പതുക്കെ പതുക്കെ പുറകോട്ട് ചെല്ലും തോറും മാമിന് ഒരു വിഷ്വല് കിട്ടണം. കിട്ടുന്നില്ലെങ്കിൽ പിന്നെയും തിരിച്ചോണം. നിർത്ത്. കിട്ടുന്നുണ്ടാ? അപ്പൊ ഇച്ചിരി കൂടെ തിരിക്കും. എങ്കിലേ കൂടുതൽ തെളിഞ്ഞു വരുള്ളൂ. പിന്നെ ഒന്ന് അനങ്ങ്. തെളിയുന്നുണ്ടാ? അപ്പൊ പിന്നെ തിരിക്കരുത്. തെളിയുന്നുണ്ടെ പിന്നെ തിരിക്കുക. തെളിഞ്ഞപ്പോ തിരിച്ചാൽ എന്ത് പറ്റും? അകന്നു പോകും ഇനി വണ്ടി. ഇപ്പൊ പതുക്കെ പതുക്കെ അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. വാ, ഫുള്ള് തെളിഞ്ഞാ? തെളിഞ്ഞാ? അപ്പൊ വീല് നേരെയാക്കി വെച്ചു കൊടുക്കും. നമ്മളെ റൈറ്റാ തിരിച്ച അത് തന്നെ. ഇപ്പൊ വണ്ടി സൈഡിലായ അതോ ഇനിയും സ്ഥലം ഉണ്ടോ അവിടെ? സ്വല്പം കൂടെ അല്ല, വിശാലമായിട്ട് സ്ഥലമുണ്ട്. ഇത്രയും കൂടെ ഡോറ് തുറക്കാനുള്ള സ്ഥലമുണ്ട്. മാം പേടിച്ചാ ചെയ്തത്. മാം ഒന്ന് ഫുള്ള് ലെഫ്റ്റിലേക്ക് തിരിച്ച് ഫുള്ള് തിരിക്കും. നീ കണ്ട ഫുള്ള് തിരിക്കും. തിരിച്ചാ ഒന്ന് പതുക്കെ പുറകോട്ട്. ആ സ്ഥലം കുറയട്ടെ. പതുക്കെ പതുക്കെ വാ. വരട്ടെ. ഇനിയും സ്ഥലമില്ലേ വണ്ടിക്കും അതിനോടേക്ക്? ഇനി ബ്രേക്ക്. ഇനി സ്ഥലമുണ്ടോ അവിടെ? അപ്പൊ എന്തിനാ വീല് നേരെയാക്കും. ഒരു റൗണ്ട് കൂടെ മതി. മാം എന്ന് നോക്കി. ഇനി പുറകോട്ട് പോയാൽ എന്ത് പറ്റും? അപ്പൊ പുറകോട്ട് ചെല്ലുമ്പോ ആ കുറ്റിയിൽ ഇടിക്കരുത് വണ്ടി. അതിനെന്ത് ചെയ്യണം? തിരിക്കും. എന്നിട്ട് പതുക്കെ ഒന്ന് അനങ്ങി നോക്ക്. അതേന്ന് മാറുകയാണോ അതോ കുറ്റിയിലേക്കാണോ പോണേ? മാറുകയല്ലേ? വാ, കണ്ട പതുക്കെ പതുക്കെ മാറി വരുന്നുണ്ട്. പതുക്കെ പതുക്കെ പോട്ടെ. ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ പിന്നെ തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ പിടിച്ചാൽ മതി. ഓട്ടത്തിൽ അത് മാറി മാറി വരും. മാറുന്നില്ല, അവിടെ ഇടിക്കാനാണ് പോകുന്നതെന്ന് തോന്നുമ്പോഴാണ് വീണ്ടും തിരിച്ചു കൊടുക്കേണ്ടത്. പതുക്കെ അനങ്ങട്ടെ. അവിടെ വഴി തെളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ പുറകോട്ട് പോയാൽ മതി. കണ്ട അവിടെ ഇടിക്കുന്നില്ലാത്തത്രയും കാലം മാമിന് ഇങ്ങനെ പതുക്കെ പതുക്കെ പോവാം. ബ്രേക്ക് ഫുള്ള് തെളിഞ്ഞില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നേരെയാക്കി മതി. എന്നിട്ട് ഇനി മാം നോക്കിയോ, നേരത്തെ കിടന്ന പോലെയാണോ വണ്ടി കിടക്കുന്നത്? ഒരുപാട് സൈഡിൽ വന്നില്ലേ? നേരെ തന്നെയല്ലേ കിടക്കുന്നത്? ഇറങ്ങി നോക്കണ വേണം. അങ്ങനെ എത്തിയൊന്നും നോക്കണ്ട. ന്യൂട്രലാക്ക്. വേണമെന്ന് ഇറങ്ങി വന്ന് നോക്കിക്കോ. ഹാൻഡ് ബ്രേക്ക് ഇട്ടു ഇറങ്ങി വന്ന് നോക്കിയോ. മാം വണ്ടി നേരത്തെ കിടന്ന പോലെ, നമ്മൾ ആ വെള്ള വരയുടെ അവിടെ ഇട്ട പോലെയാണോ അതോ നേരെയാണോ കിടക്കുന്നതെന്ന് നോക്കുക. എന്തിനാ കാണിച്ചെന്നു മനസ്സിലാ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മാം ഓടിച്ചു പോകുമ്പോ ഇതുപോലെ എതിരെ ഒരു വണ്ടി വരുമ്പോഴോ സൈഡ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല, പുറകിലുള്ള സ്ഥലത്ത് ഒതുക്കേണ്ടി വരും. അപ്പൊ എന്താ എളുപ്പം മാമിന് സൈഡിൽ വരണമെങ്കിൽ മാക്സിമം വണ്ടിയാ തിരിക്കണം. അതല്ല പുറകോട്ട് ഓടി സൈഡിൽ വന്നാൽ മതിയെങ്കിലാണ് നമ്മൾ ആ റോഡിൽ പുറകോട്ട് പോകുന്നതോറും കുറച്ച് അടുപ്പിച്ചു അകത്തി അങ്ങനെ പോയത് കണ്ട. മാമിന് ഇപ്പൊ കണ്ട സ്ഥലത്തേക്ക് പെട്ടെന്ന് സൈഡിലേക്ക് വരണമെങ്കിൽ മാക്സിമം തിരിച്ച് ഇതുപോലെ കൊണ്ടുവരേണ്ടി വരും. ഇതിനിടയ്ക്ക് ഇനിയും കുറെ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. ഫ്രണ്ട് നോക്കേണ്ടി വരും, ബാക്കോട്ട് പോകുമ്പോൾ അപ്പുറത്തെ സൈഡ് നോക്കേണ്ടി വരും. അതെല്ലാം കൂടെ ഞാൻ പറഞ്ഞ എന്ത് പറ്റും? മാമിന് തല പുകയും. പോവാ നോക്ക്, പോട്ടെ. പോട്ടെ. മാമിനറിയാം വണ്ടി എന്തോരം സൈഡിലാണ് കിടക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഉരുളുമ്പോൾ അതിനെ കൃത്യമായിട്ട് റോഡിലേക്ക് കൊണ്ടുവരണം. ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്നൊക്കെ നോക്കണം. ഇൻഡിക്കേറ്റർ ഇടണം, അത് മറന്നു പോരുത്. പോട്ടെ.
ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കാം, അല്ലാതെ ചുമ്മാ ഇറങ്ങരുത്. കണ്ട, കണ്ണ് തെറ്റുമ്പോ പുറകിൽ വേറെ വണ്ടി വരും, അത് നോക്കിക്കോണം. റോഡ് കിട്ടി അവിടെ നിന്ന് ലെവൽ ചെയ്തെടുക്കും വണ്ടി, അത് ആലോചിക്കരുത്. നമ്മുടെ സൈഡ് ആക്കി എടുക്കും പെട്ടെന്ന്. ആ, അവിടെ സ്പീഡല്ല, തിരിച്ച് എളുപ്പം നമ്മുടെ സൈഡിലാക്കിക്കോണം വണ്ടിയെ. പോവാം, പോട്ടെ. അടുത്ത സ്ഥലം ഞാൻ കാണിച്ചു തന്നാൽ ഇതുപോലെ ഒതുക്കിയിട്ട് തരുവാ. ആലോചിച്ച് ചെയ്താൽ മതി, ഓടി മാറാനും നോക്കണ്ട. മാമിന് സ്ഥലം ഉണ്ടോ നോക്കി 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 ചെയ്താൽ മതി. അപ്പൊ എളുപ്പം സൈഡിലേക്ക് വരും. നോക്ക് നോക്ക്, ഇനി വരാനുണ്ടോ നോക്ക്, അതോ ഇനി സ്ഥലമുണ്ടോ? ആ ഇല്ല, ഓക്കെ ഓക്കെ. അപ്പോൾ നേരെ ഇനി എന്ത് ചെയ്യണം? ഇച്ചിരി തിരിക്കും, എന്നിട്ട് പതുക്കെ നനങ്ങി നോക്കും. അതേന്ന് മാറുകയാണോ നോക്കും. മാറുകയാണോ? അല്ലെങ്കിൽ മാത്രമേ പിന്നെയും തിരിക്കാവുള്ളൂ. അതിലേക്കാണോ പോണേ അതോ മാറുകയാണോ? ആ, ഇനി തിരിച്ചോണ്ടുള്ള എളുപ്പം മാറി. കണ്ടാ, നേരെ ആവുന്ന എപ്പോഴാണ് മാമിന് അറിയാം കൃത്യമായിട്ട്. അത് നോക്കി നോക്കി പുറത്തു പോകാം. ആയാ, ഒന്നുകൂടെ നോക്കിക്കാം നല്ലപോലെ. ഉള്ളിൽ കാണാവാ, അതിനർത്ഥം നേരെയായെന്നാണ്. ആ, ബ്രേക്ക് ഇപ്പോഴല്ലേ വണ്ടി നേരെയായത്. അപ്പം നേരത്തെ നേരെയായെന്ന് തോന്നിയതാ. ഇനി എന്ത് ചെയ്യണം? അത് നേരെയാക്കി അങ്ങോട്ടാണ്. ആയാ.